ഇദ്ദേഹത്തിന് അനുയായികൾ കൂടി പണമോഹം ശക്തമായി. പണമോഹം ശക്തമായി വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു മനുഷ്യൻ ഡേ ഡോൺ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇറക്കി. ഡേ ഡോൺ. ആ ഡേ ഡോൺ എന്ന മാഗസിൻ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. അന്നേരം തന്നെ ആ ഡേ ഡോൺ എന്ന് പറഞ്ഞ മാഗസിനകത്തുള്ള എല്ലാ കണ്ടന്റും ഇദ്ദേഹം എടുത്തിട്ട് ഇദ്ദേഹം മറ്റൊരു വീക്കിലി ഇറക്കി. അതിനെ മില്ലേനിയൻ ഡോൺ എന്ന് പേരിട്ടു. മില്ലേനിയൻ ഡോൺ എന്ന് പേരിട്ട് അദ്ദേഹം വിൽപ്പന തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഇച്ചിരി തകരാറുണ്ടായി, പ്രശ്നമുണ്ടായി. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് വേണ്ടി പോയി കോടതിയെ സമീപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം $2 ലക്ഷം ബാലൻസ് കിടക്കുക. ഈ ക്യാഷ് ഈ സ്ത്രീക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ ജീവനാംശം കൊടുക്കണമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിക്ക് തൻ്റെ സമ്പത്ത് മുഴുവൻ ആ സൊസൈറ്റിയിൽ വച്ചിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി, അതിൻ്റെ പൂർണ്ണ അവകാശി തൻ്റെ പേര് CT റസലിൻ്റെ പേര് വെച്ച് അങ്ങോട്ട് മുദ്ര ചെയ്തു. അങ്ങനെ ആ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കാതിരിക്കാൻ തൻ്റെ സമ്പത്ത് മുഴുവൻ ശേഖരിച്ചു വെച്ച് ഉണ്ടാക്കിയ ട്രസ്റ്റിൻ്റെ പേരാണ് വാച്ച് ടവർ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി. പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് ഒരു ശാപഗ്രസ്തമാകുന്ന തരത്തിൽ ഒരാളെ മിസ്ലീഡ് ചെയ്യാൻ ഒരു സ്പിരിറ്റ് കയറിയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മതമുണ്ടായി, അനുയായികൾ പുറകെ കൂടി. പിന്നെ മുഴുവനും അങ്ങോട്ട് കള്ളത്തരങ്ങളായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന് ആരാണ്ട് കുറച്ച് ഗോതമ്പ് കൊടുത്തു. ഈ ഗോതമ്പ് കൊടുത്തപ്പോൾ ഇദ്ദേഹം ആ ഗോതമ്പിനെ ഒരു പുതിയ പേരിട്ടു. ഇത് വിശുദ്ധ ഗോതമ്പാണ്, ഇത് ഒത്തിരി അത്ഭുതമായ ഗോതമ്പാണ്, മറ്റ് ഗോതമ്പിനേക്കാൾ 5 ഇരട്ടി ഫലം ഇതിലുണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ 5 ഇരട്ടി ഫലമുള്ള ഗോതമ്പ്, ഒരു പറ ഗോതമ്പ് $60 വിറ്റു. അവസാനം ഈ കണക്ക് കൂട്ടി കൃഷിക്കാരന്മാരെല്ലാം കൂടെ ഇത് സെറ്റായി വന്നപ്പോൾ സാധാരണ കിട്ടുന്ന ഗോതമ്പിൻ്റെ 1/5 പോലും അതിന് ഫലമില്ല. അങ്ങനെ മേൽത്തരം ഗോതമ്പ് ഡൗൺ ആയി. ജനങ്ങളെല്ലാം കൊണ്ടുപോയി പരാതി കൊടുത്തു. കോടതിയിൽ കേസായി. വീണ്ടും എന്ത് ചെയ്തു? ജനത്തിൽ നിന്ന് വാങ്ങിയ കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇനി ഇവർ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ ദുരുപദേശം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകേണ്ടത്. ഇവർ ഇങ്ങനെ വളർന്ന് വന്നിട്ട് ഇവർ യേശുക്രിസ്തുവിനെതിരെ കളിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിനെതിരെ ശക്തമായി ഇവർ കളിക്കാൻ തുടങ്ങി. ഇനി അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കണേ. യേശുക്രിസ്തുവിനെതിരെ ഇവർ കളിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഇവർ വചനം ഉപയോഗിച്ചു. അതായത് ഇവർ യേശുവിനെ വ്യാജ ദൈവമാക്കി ഇവർ അവതരിപ്പിക്കാൻ തുടങ്ങി. വ്യാജ ദൈവം, യേശുവിനെ ഇവർ വ്യാജ ദൈവമാക്കി. നമ്മളെ വിടുവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശുവിനെ ഇവർ വ്യാജ ദൈവമാക്കി ഇവർ അവതരിപ്പിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഇവർ വചനത്തിലെ ചില ഭാഗങ്ങൾ അവർ ഉപയോഗിച്ചു. എൻ്റെ കൂടെ ഇനി എല്ലാവരും ഉണ്ടാവണം. വചനത്തിലെ ചില ഭാഗങ്ങൾ അവർ ഉപയോഗിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവരും എടുക്കാമോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്തുവരുന്നു? അതിന് ഇംഗ്ലീഷ് വായിച്ചേ. In the beginning the word already existed. The word was with God and the word was God. ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മുകളിൽ കൊടുത്തിട്ടുള്ളത് അവരുടെ ബൈബിളാണ്. യാഹ്വേ സാക്ഷികളുടെ ബൈബിളിന്റെ ഇംഗ്ലീഷാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ശരി, ഇനി യഹോവ സാക്ഷികളുടെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള എന്താണെന്ന് നമ്മൾ കേൾക്കാം. In the beginning was the word and the word was with God and the word was a God. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഏതാണ്? വാസ് എ ഗോഡ്. കൊള്ളാം, ദൈവത്തിന് സ്തുതി കൊടുക്കാം, ഒരു കരമടി കൊടുക്കാമോ? ഇനി വേർഡ് വാസ് എ ഗോഡ് എന്ന് പറഞ്ഞാൽ വചനം ഒരു ദൈവമായിരുന്നു എന്നവർ പഠിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ബൈബിളിൽ അവർ എഴുതി വെച്ചു. എന്നാൽ താഴെ നോക്കൂ, വചനം ഒരു ദൈവമായിരുന്നോ, വചനം ദൈവമായിരുന്നോ? വചനം ദൈവമായിരുന്നു. അപ്പോസ്തലൻ എന്താ പഠിപ്പിക്കുന്നേ? യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പഠിപ്പിക്കുന്നേ? വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നവർ വചനം ഒരു ദൈവമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. വചനം ഒരു ദൈവമായിരുന്നു, അതായത് ഏതോ ഒരു ദൈവം, അനേക ദൈവങ്ങളിൽ ഒരു ദൈവം.
അക്രൈസ്തവർ പറയാറുണ്ട് എല്ലാ ദൈവങ്ങളെയും പോലെ ഒരു ദൈവം എന്ന് പറയുന്ന വിധത്തിൽ യേശുവിനെ ഇവർ സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നമ്മളുടെ കണ്ണ് കെട്ടുന്ന വിധത്തിൽ, നമ്മുടെ ബുദ്ധിയെ ഇരുട്ടാക്കുന്ന വിധത്തിൽ സാത്താൻ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഭാഗവും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കൂ. വേർഡ് വാസ് ഗോഡ്, വചനം ദൈവമായിരുന്നു. വേർഡ് വാസ് എ ഗോഡ്. ഇത് ഈ ലെറ്റർ ശ്രദ്ധിച്ചേ, ക്യാപിറ്റലോ സ്മോളോ? പരിശുദ്ധാത്മാവ് എഴുതി എങ്ങനെയാണ്? ക്യാപിറ്റൽ. ഇവിടെ ഒരു സംഭവം ശ്രദ്ധിക്കണം. യഹോവയായ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ, ഈ ഭൂലോകം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ, ആ ദൈവം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ജി ആയിരിക്കും എല്ലായിടവും ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ ജി ആയിരിക്കും. എന്നാൽ അന്യ ദൈവങ്ങളെ, മറ്റ് മതസ്ഥരുടെ ദൈവങ്ങളെ, ആ ദൈവങ്ങളെ ഉപയോഗിക്കുമ്പോൾ സ്മോൾ ലെറ്റർ ജി ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബൈബിളിലുള്ളതാണ്. നിങ്ങൾ നോക്കുക. ഇവിടെ എല്ലാം ക്യാപിറ്റൽ വന്നിട്ട് യേശുവിനെ എത്തേണ്ട ഭാഗം എത്തിയപ്പോൾ എ ഗോഡ്, ഒരു വ്യാജദൈവം. ജാതികൾ അവരുടെ ദൈവങ്ങളെ അവരുടെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന അതേ ലിറ്ററൽ തന്നെയാണ് അത്യുന്നതനായ യേശു ക്രിസ്തുവിലൂടെ കൊടുക്കുന്നത്. യഹോവ സാക്ഷികളുടെ ബൈബിളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. ഇനി ഞാൻ ഇതിൻ്റെ മറ്റൊരു തെളിവ് നിങ്ങൾക്ക് തരാം. ഫിലിപ്പി ലേഖനം 3:19. ഫിലിപ്പി 3:19 നമുക്ക് ബൈബിൾ എടുക്കാം. ഫിലിപ്പി 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ഇവിടെയും ദൈവം എന്ന് ബൈബിളിലുണ്ട്. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ്, എല്ലാവരും പറഞ്ഞേ, അവരുടെ ദൈവം. ആ ദൈവത്തിലും കൊടുത്തിട്ടുള്ളത് കണ്ടോ? സ്മോൾ ലെറ്റർ. ഉദരമാണ് ദൈവം, പണമാണ് ദൈവം, വിഗ്രഹമാണ് ദൈവം. ഇങ്ങനെ പറയുന്ന ഭാഗത്ത് സ്മോൾ ലെറ്റർ ജി. നേരത്തെ യേശുവിന് കൊടുത്തതും എന്താണ്? സ്മോൾ ലെറ്റർ. ഇനി ഒരു വചനം കൂടെ നോക്ക്. 2 കൊരിന്ത്യർ 4:4. 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ, അവിടെയും ഇത് നോക്കൂ, ദൈവം. ഈ ലോകത്തിന്റെ ദേവൻ, അതായത് NLTയിൽ കൊടുത്തിട്ടുള്ള സാത്താൻ എന്നാണ്. NLT ബൈബിളിൽ കൊടുത്തിട്ടുള്ള സാത്താൻ. ഹു ഈസ് ദ ഗോഡ്? ആ ജി സ്മോൾ ലെറ്റർ. ഇതേ അവസ്ഥയിൽ തന്നെ യേശുവിനെ വ്യാജ ദൈവമായി ചിത്രീകരിക്കാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ C.T. റസ്സലിന്റെ മതസ്ഥർ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യോഹന്നാന്റെ സുവിശേഷം 1:18. യോഹന്നാന്റെ സുവിശേഷം 1:18 വായിച്ചോളുക. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തുന്നത്. ആ ഏകജാതന്റെ പേരെന്താണ്? യേശു അല്ലേ? അത് യേശു, ആ ദൈവം തന്നെയായ ഏകജാതൻ. അവരുടെ ബൈബിളിൽ കണ്ടോ? ദൈവം തന്നെയായ സ്മോൾ ലെറ്റർ ഗോഡ് ജി. അപ്പോൾ യേശുവിനെ ഒരിക്കലും അവർ ദൈവമായി അംഗീകരിക്കുകയോ ദൈവമായി ആരാധിക്കുകയോ ചെയ്യത്തില്ല. എന്നാൽ അവർ ബൈബിൾ കൊണ്ടുവരും, പുതിയ നിയമം കൊണ്ടുവരും. അവർ എന്തൊക്കെ കൊണ്ടുവരാമോ ഇതൊക്കെ പുതിയ നിയമമാണ് കൊണ്ടുവരും. ഇത് വന്നിട്ടാണ് നമ്മളെ നോക്കുന്നത്. അവരിൽ ബൈബിൾ ഉണ്ടായിരുന്നു, അവർ വചനമാ പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവർ ആരാൽ നയിക്കപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർമ്മങ്ങളെക്കാൾ ഉപരി ക്രിസ്തുവിന്റെ വചനത്തിന്റെ യഥാർത്ഥ സാക്ഷികളായി വിശ്വസ്ത ശിഷ്യരായി വളർന്നാൽ നിങ്ങളെ ആകർഷിച്ച് കൊണ്ടുപോകാൻ പൈശാചിക ശക്തികൾക്ക് സാധിക്കത്തില്ല. അപ്രകാരമുള്ളവർ ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങളെ ആകർഷിച്ചുകൊണ്ട് വഞ്ചിക്കാൻ സാത്താന് പറ്റത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ശിഷ്യരായി മാറുവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. വചനം ഒരു ദൈവമായിരുന്നു എന്നവർ പഠിപ്പിക്കുന്നു അല്ലേ? 1 യോഹന്നാൻ 6 വായിച്ചേ. 1:6. 1 യോഹന്നാൻ അല്ല, യോഹന്നാന്റെ സുവിശേഷം 1:6, 6ാമത്തെ വചനം. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവം അയച്ച ഒരു മനുഷ്യൻ വന്നു. യഹോവ സാക്ഷികൾ അവരുടെ ബൈബിളിൽ ഒരു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. ഒരു ദൈവം അയച്ചിട്ട് എന്ന് വന്നിട്ടില്ല. അവർ ഇതുപോലെ തന്നെ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ എല്ലാം ഹിഡൻ ആക്കി അവർ ചില സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം സ്മൂത്താണ്. പക്ഷേ യേശു ദൈവം എന്ന് പറയുന്നിടത്ത് വ്യാജ ദൈവങ്ങൾക്ക്, അന്യജാതിയുടെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥാനമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കാമോ? യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, അവരുടെ ആരാധനയിൽ ഒത്തിരി സംഭവമുണ്ട്, എനിക്ക് കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്, അവർ യേശുക്രിസ്തുവിനെ കൊടുക്കുന്ന ആരാധനയെ അവർ വന്ദനമാക്കി മാറ്റി. യേശുവിന് ആരാധന കൊടുക്കത്തില്ല, പകരം അവർ വന്ദിക്കും. ഇപ്പോൾ ഡസ്റ്റിൻ ബ്രദർ വരുന്നു, പ്രൈസ് ദി ലോർഡ്, സുഖമാണോ? ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൊടുക്കും. എന്നെ പഠിപ്പിച്ച അധ്യാപകർ വന്നു, ഞാൻ വന്ദിക്കാറുണ്ട്. എൻ്റെ ആത്മീയ നേതൃത്വങ്ങൾ വരും, ഞാൻ വന്ദിക്കാറുണ്ട്. സ്തുതി കൊടുക്കും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുക്കും. സഭകളിലുള്ളവരെ വന്ദിക്കാറുണ്ട്. അതേ വന്ദനം തന്നെ യേശുവിന് ഇവർ കൊടുക്കാൻ തുടങ്ങി. നമുക്ക് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. മത്തായി 2:2. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? 2:2. മത്തായി 2:2. ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. എന്താണ് വന്നിട്ടുള്ളത്? ആരാധിക്കാൻ. ഇംഗ്ലീഷ് വായിച്ചേ. Where is the newborn King of Jews? We saw his star as it rose, and we have come to worship him. അവനെ ആരാധന, വർഷിപ്പ്. എല്ലാ ബൈബിളിലും വർഷിപ്പ് എന്ന് 3 രാജാക്കന്മാർ വന്ന് പറഞ്ഞത്, ഞങ്ങൾ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എവിടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾക്ക് അവനെ വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണം. അപ്പോൾ യഹോവ സാക്ഷി അവരുടെ ബൈബിളിൽ എന്താക്കി മാറ്റി? അവരുടെ ബൈബിൾ വായിക്കാം, NWT-യിൽ. Where is the one born King of the Jews? For we saw his star when we were in the east, and we have come to do obeisance to him. ഒബീസിയൻസ്, വന്ദിക്കുക. അവർക്ക് ആരാധിക്കാൻ മനസ്സില്ല, പകരം അവരെന്ത് ചെയ്യും? നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ വന്ദിക്കാറുണ്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ, ചീഫ് മിനിസ്റ്റർക്ക് നമ്മൾ വന്ദിക്കാറുണ്ട്. അതേ പാർട്ടി അല്ലെങ്കിൽ പോലും ആ പദവിയെ നമ്മൾ വന്ദിക്കാറുണ്ട്. യേശുക്രിസ്തു നല്ലൊരു മനുഷ്യൻ, അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണം? വന്ദിക്കണം എന്ന് അവർ പഠിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞേ, യേശുവിനെ ആരാധിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? യേശുവിനെ ആരാധിക്കാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വർഷിപ്പ് എന്ന് പറയുന്ന അവിടെ ഗ്രീക്കിൽ പ്രോസ്കുനിയോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രോസ്കുനിയോ, അവനെ വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുക, കുമ്പിട്ട് ആരാധിക്കുക, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് പ്രോസ്കുനിയോ. അപ്പോൾ ഇവർ നമ്മുടെ മറ്റ് ബൈബിളുകളിലെല്ലാം യേശുവിനെ ആരാധന കൊടുക്കുമ്പോൾ ഇവർ മുഴുവൻ വന്ദനമാണ് കൊടുക്കുന്നത്. വന്ദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ അകത്തുണ്ടാവാം. ഇവിടെ വന്ദനം മാത്രമല്ല എന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാം. വെളിപ്പാടിൻ്റെ പുസ്തകം 5:11 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 5:11 മുതലുള്ള വായിച്ചു. ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാടിന് ആധിപത്യം, മഹത്വം, സ്തുതി, വന്ദനം ഇതെല്ലാം കൊടുക്കാൻ സ്വീകാര്യനായി നിൽക്കുന്ന കൊല്ലപ്പെട്ട കുഞ്ഞാട്. അവിടെ വന്ദനം മാത്രമല്ല, സ്തുതിയുമുണ്ട്, മഹത്വവും കൊടുക്കുന്നുണ്ട്. ഇനി താഴോട്ട് മറ്റൊരു വചനം, വെളിപ്പാട് 7:11-12. വെളിപ്പാട് 7:11-12. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കൊല്ലപ്പെട്ട കുഞ്ഞാട് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നല്ലേ? ഒന്നുകൂടെ വായിച്ചേ, ശ്രദ്ധിച്ചു വായിച്ചേ. 7:11. സിംഹാസനത്തിന് മുൻപിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവർ പറഞ്ഞു. 7:11 മുതൽ. ഓക്കെ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ,
നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആധിപത്യവും മഹത്വവും ജ്ഞാനവും. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ വെറും യേശുവിനൊരു വന്ദനം മാത്രം കൊടുക്കുന്നവരാണോ? നിങ്ങൾ വെറും യേശുവിനെ ഇങ്ങനെ വെറുതെ വന്ദിച്ച് ഒരു മാന്യ മനുഷ്യൻ എന്ന തരത്തിൽ കൊടുക്കുന്നവരാണോ? അവരാണെങ്കിൽ നമ്മളും റസൽ മതക്കാരും ഒരുപോലെ തന്നെയാണ്. അതല്ല, അവന് വന്ദനം മാത്രമല്ല, അവന് മഹത്വവും ആരാധനയും കൊടുത്തേ പറ്റത്തുള്ളൂ. അവൻ അത്യുന്നതനായ ദൈവമാണ്. അവൻ കൊല്ലപ്പെട്ട കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവന്റെ മുൻപിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ ഇതാ ശ്രേഷ്ഠന്മാർ കമിഴ്ന്നു വീണ് പാടുകയാണ്: മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. നീ കൊടുക്കുന്ന ആരാധന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് എന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഒരു മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ അടുക്കലാണ് നിന്റെ പ്രാർത്ഥന എത്തുന്നത് എന്ന് നീ വിശ്വസിക്കണം. അത് നിന്റെ വിടുതലായ ദൈവമായ യേശു എന്ന ദൈവമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട വർഷിപ്പിനെ വെറും ഒരു വന്ദനമാക്കി ഇവർ അവതരിപ്പിച്ചു. ഇനി ഏറ്റവും വലിയ ഒരു കോമഡി ഇവർക്കുണ്ട്. ആരെങ്കിലും റസൽ മതത്തിൻ്റെ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ, ഞാൻ റസൽ മതത്തിൻ്റെ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഞാൻ കമുക് മരം മൊത്തം വെട്ടിമുറിച്ചേക്കണം. കമുക് മരമുള്ള ഒരാളെയും റസൽ മതത്തിൽ എടുക്കത്തില്ല. കാരണം അടയ്ക്ക നമ്മൾ പറിച്ച് നമ്മൾ കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരും. അതുകൊണ്ട് കമുക് വെട്ടാത്ത ഒരു വ്യക്തിയെ പോലും എടുക്കത്തില്ല. കമുക് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? കമുക് വെട്ടിയവരെയൊക്കെ ഒത്തിരി പേര് ഞങ്ങൾക്കറിയാം. എത്ര ഏക്കർ ഉണ്ടെങ്കിലും വെട്ടണം. അവരുടെ ചിന്തയിൽ ഇത് വെറ്റില മുറുക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നതെന്നാണ്. പെയിൻറ്റിന് എടുക്കുന്നുണ്ട്, മറ്റ് കളേഴ്സ് ഉണ്ടാക്കാൻ ഇത് അടയ്ക്ക എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ കയറിയവരെല്ലാം അടയ്ക്ക മരം മുറിച്ച് മാറ്റും. അവരാരും വെറ്റില മുറുക്കത്തില്ല. അത് മാരകമായ പാപമാണ്. എന്നാൽ മദ്യപാനം പാപമേ അല്ല. അവരുടെ പഠിപ്പീരിൽ മദ്യപാനം പാപമല്ല. സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞു, മദ്യപിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എന്നാൽ റസൽ മതസ്ഥർ പറയുന്നു, മദ്യം ഉപയോഗിച്ചിരിക്കണം മിതമായ അളവിൽ. മദ്യം കുടിക്കുന്നത്, അതായത് വൈൻ, സ്ട്രോങ് ആയ വൈൻ കുടിക്കുന്നത് പാപമല്ല. അത് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങളോ സങ്കടകരമായ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ ആ വീടുകളിൽ ധാരാളം കുപ്പികൾ പൊട്ടുകയും ചെയ്യും. അവർക്ക് പാപമല്ല, അത് അവരുടെ നിയമമാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ വെറ്റില മുറുക്കുന്നത് പാപവും മദ്യപിക്കുന്നത് പാപവുമല്ല. അക്കാരണത്താൽ തന്നെ യേശുക്രിസ്തുവിനെയും ഇവർ മദ്യപാനിയായവൻ എന്ന് വിളിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെയും തികഞ്ഞ മദ്യപാനിയായവൻ എന്നവർ പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തു മദ്യം ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.